ഇറാനിലെ പരമോന്നതൻ അലി ഖമനേയി കൊല്ലപ്പെട്ടതിൽ കേരളത്തിൽ കൊടികെട്ടി സമരത്തിലാണ് CPM. ഇറാനികൾക്കില്ലാത്ത ദുഃഖവും ഉറക്കമില്ലായ്മയുമാണ് അന്തം കമ്മികൾക്ക്. പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനും ജനറൽ സെക്രട്ടറി MA ബേബിയും ഇരട്ടച്ചങ്കൻ പിണറായിയും അമേരിക്കയെ വെല്ലുവിളിച്ചിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് യുദ്ധം അവസാനിപ്പിക്കണമെന്ന് അന്ത്യശാസനം. അല്ല, വേവലാതി കണ്ടാൽ തോന്നും CPMകാരുടെ തലതൊട്ടപ്പനോ ദൈവമോ എന്തോ ആണ് ആയത്തുള്ള അലി ഖമനേയി എന്ന്. ഖമനേയിക്ക് വേണ്ടി കരയുന്ന കമ്മികൾ ഇറാനിലെ ആയത്തുള്ള ഭരണകാലത്ത് ചോര ചിന്തപ്പെട്ട കമ്മ്യൂണിസ്റ്റുകളുടെ രക്തസാക്ഷിത്വത്തെ അപമാനിക്കുകയാണ്. കമ്മ്യൂണിസ്റ്റുകളുടെ അണ്ണാക്കിൽ വെടിയുണ്ട കയറ്റിയ ഖമനേയിക്ക് വേണ്ടിയാണ് കേരളത്തിലെ അന്തം കമ്മികൾ കണ്ണീരൊഴുക്കുന്നത്. ചരിത്രം അറിയാത്ത ഊളകൾ, അല്ല ചരിത്രം മറക്കുന്ന ഊളകൾ. ഖമനേയിക്ക് വേണ്ടി കരഞ്ഞാലല്ലേ കേരളത്തിലെ തീവ്ര ഇസ്ലാമിസ്റ്റുകളെ സുഖിപ്പിക്കാൻ കഴിയത്തുള്ളൂ. അവന്മാരുടെ വോട്ട് പെട്ടിയിൽ വീഴുകയുള്ളൂ. TPയുടെ മൃതദേഹം നോക്കി കുലംകുത്തി എന്ന് പച്ചയ്ക്ക് വിളിച്ച പിണറായി കൂട്ടരോട് ഖമനേയിക്ക് വേണ്ടി മോങ്ങുന്ന നിങ്ങൾ ഉൾപ്പെട്ട കേരളത്തിലെ ഇന്നത്തെ കമ്മികളാണ് യഥാർത്ഥ കുലംകുത്തികൾ. നമുക്ക് കുറെ പിറകിലേക്കൊന്ന് പോകാം, ചരിത്രം ഒന്നുകൂടി ഒന്ന് പരിശോധിക്കാം. എന്നിട്ട് പിണറായി കൂട്ടരുടെ തൊട്ടിത്തരം പൊളിച്ചെടുക്കാം. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളും അണികളും സോഷ്യൽ മീഡിയ സംഘങ്ങളും നരാധമനായ ഖമനേയിയെ വാഴ്ത്തിപ്പാടുകയാണ്. രക്തസാക്ഷി എന്നൊക്കെയാണ് വാഴ്ത്തുപാട്ട്. അമേരിക്കൻ വിരുദ്ധത എന്ന ഒറ്റ ലേബലിൽ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകൾ ഈ മത ഏകാധിപത്യത്തെ പിന്തുണയ്ക്കുമ്പോൾ അവർ യഥാർത്ഥത്തിൽ ഇറാനിൽ അതിക്രൂരമായി കൊല്ലപ്പെട്ട ആയിരക്കണക്കിന് കമ്മ്യൂണിസ്റ്റുകളെയും സ്ത്രീകളെയും പച്ചയ്ക്ക് അപമാനിക്കുകയാണ്. 1979 ഇറാൻ വിപ്ലവം ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ ചതിയുടെ കഥ കൂടിയാണ്. കൂടെ നിന്ന് പോരാടിയ കമ്മ്യൂണിസ്റ്റുകളോട് ഇസ്ലാമിസ്റ്റുകൾ കാട്ടിയ കൊടും ക്രൂരതയുടെ ചരിത്രം. 70കളിൽ ഷാ പഹലവിയുടെ ഭരണകാലത്ത് ഇറാൻ സാമ്പത്തികമായി വലിയ വളർച്ച കൈവരിച്ചിരുന്നു. ഷായുടെ ഭരണം ഇറാനെ ഒരു പാശ്ചാത്യ രാജ്യത്തിന് തുല്യമാക്കി മാറ്റിയിരുന്നു. സ്ത്രീകൾക്ക് വോട്ടവകാശം ലഭിച്ചു. അവർ മിനി സ്കേർട്ട് ധരിച്ചു നടന്നു. സർവകലാശാലകളിൽ പെൺകുട്ടികൾ നിറഞ്ഞു നിന്നു. ആശുപത്രികളിൽ വനിതാ ഡോക്ടർമാരുണ്ടായി. വനിതകൾ പുരുഷന്മാർക്കൊപ്പം തുല്യമായി ജോലി ചെയ്തു. എന്നാൽ ഈ വികസനത്തിനൊപ്പം തന്നെ ഷായുടെ ഭരണം അടിച്ചമർത്തലുകൾ ഉള്ളതായിരുന്നു എന്ന് ഒരു വിഭാഗം വിശ്വസിച്ചു. സമ്പത്ത് ഒരു ചെറിയ വിഭാഗത്തിൽ മാത്രം ഒതുങ്ങുന്നു എന്ന ആക്ഷേപം ഉയർന്നു വന്നു. ഇതൊക്കെയാണ് കമ്മ്യൂണിസ്റ്റുകളെയും ഇസ്ലാമിസ്റ്റുകളെയും വിദ്യാർത്ഥികളെയും അന്ന് ഷാ പഹലവി ഭരണകൂടത്തിനെതിരെ ഒന്നിപ്പിക്കാൻ പ്രേരിപ്പിച്ചത്. അങ്ങനെ ഷായുടെ ഏകാധിപത്യം അവസാനിപ്പിക്കാൻ ഇറാനിലെ കമ്മ്യൂണിസ്റ്റുകാരും വിദ്യാർത്ഥികളും കൈകോർത്തത് ഖൊമേനി എന്ന തന്ത്രശാലിയായ മത നേതാവിനോടായിരുന്നു. ആയത്തുള്ള റൂഹുല്ല ഖൊമേനി എന്ന മത നേതാവിനെ ഒരു സോഷ്യലിസ്റ്റും ഒരു സാമ്രാജ്യത്വ വിരുദ്ധ പോരാളിയുമായിട്ടാണ് അന്നത്തെ കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പുകൾ കണ്ടത്. പക്ഷെ അയാൾ ആരാണെന്ന് ഇറാൻ പിന്നീടാണ് തിരിച്ചറിഞ്ഞത്. 1979 വിപ്ലവത്തിന്റെ അവസാന ഘട്ടത്തിൽ ആയത്തുള്ള ഖൊമേനി പാരീസിലായിരുന്നു താമസം. 1978 ഒക്ടോബർ മുതൽ 1979 ഫെബ്രുവരിയിൽ ഇറാനിലേക്ക് തിരിച്ചെത്തുന്നതുവരെയുള്ള ഏകദേശം 4 മാസക്കാലം റൂഹുല്ല ഖൊമേനി ഫ്രാൻസിലായിരുന്നു. 1965 മുതൽ ഇറാഖിലെ നജാഫിലായിരുന്നു ഖൊമേനി താമസിച്ചിരുന്നത്. എന്നാൽ 1978 ഷായുടെ സമ്മർദ്ദത്തെ തുടർന്ന് സദ്ദാം ഹുസൈൻ ഖൊമേനിയോട് ഇറാഖ് വിടാൻ ആവശ്യപ്പെട്ടു. ഇറാഖിൽ നിന്ന് പുറത്തായ ഖൊമേനി ആദ്യം കുവൈറ്റിലേക്ക് കടക്കാൻ ശ്രമിച്ചുവെങ്കിലും അവിടുത്തെ സർക്കാർ പ്രവേശനം നിഷേധിച്ചു. തുടർന്ന് തന്റെ സഹായികളുടെ നിർദ്ദേശപ്രകാരം വിസ ആവശ്യമില്ലാതിരുന്ന ഫ്രാൻസിലേക്ക് പോകാൻ റൂഹുല്ല ഖൊമേനി തീരുമാനിച്ചു. 1978 ഒക്ടോബർ 6 ഖൊമേനി പാരീസിലെ ഓർലി വിമാനത്താവളത്തിലിറങ്ങി. പാരീസിന്റെ പ്രാന്തപ്രദേശത്തുള്ള ഈ ചെറിയ ഗ്രാമത്തിലായിരുന്നു പിന്നീട് ഇയാളുടെ താമസം. ഇവിടെയുള്ള ഒരു ചെറിയ വീട്ടിലിരുന്നാണ് ഖൊമേനി വിപ്ലവ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചത്. ഈ ഗ്രാമം വിപ്ലവകാലത്ത് ലോക ശ്രദ്ധയാകർഷിച്ച ഒരു കേന്ദ്രമായി മാറി. അവിടെ ഇരുന്ന് ഖൊമേനി നൽകിയ പ്രസംഗങ്ങൾ കാസറ്റുകളിലാക്കി ഇറാനിലേക്ക് കടത്തുകയും അത് വിപ്ലവകാരികൾക്കിടയിൽ പ്രചരിപ്പിച്ചതും കമ്മ്യൂണിസ്റ്റുകളായിരുന്നു. അഴിമതി, ഏകാധിപത്യം, ചൂഷണം എന്നിവയ്ക്കെതിരെയൊക്കെ സംസാരിച്ച് റൂഹുല്ല ഖൊമേനി ഇടതുപക്ഷത്തുള്ള ചെറുപ്പക്കാരുടെ വരെ കയ്യടി നേടി. മതനേതാക്കൾ അധികാരം കൈയാളില്ല, ജനാധിപത്യം വരും, എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ടാകും എന്നൊക്കെയായിരുന്നു ആ പ്രഖ്യാപനങ്ങൾ. പക്ഷെ ഇത് അയാളുടെ ഒരു തന്ത്രം മാത്രമായിരുന്നുവെന്ന് ഈ പറയുന്ന ഇറാനിലെ മറ്റുള്ളവർ പിന്നീടാണ് തിരിച്ചറിയുന്നത്. 1979 ജനുവരി 16 ഷാ മുഹമ്മദ് റസ പഹലവി ഇറാൻ വിടുന്നത്.
രാജ്യത്തുടനീളം പടർന്ന പ്രക്ഷോഭങ്ങൾ നിയന്ത്രിക്കാനാകാതെ വന്നപ്പോൾ ഷാ തന്നെ നിയമിച്ച പ്രധാനമന്ത്രി ഷാപൂർ ബക്തിയാറിന്റെ ഉപദേശപ്രകാരമാണ് ഷാ രാജ്യം വിട്ടത്. ഷാ ഇറാൻ വിട്ടതിന് പിന്നാലെ 1979 ഫെബ്രുവരി 1 പാരീസിൽ നിന്ന് ഒരു ചാർട്ടേഡ് എയർ ഫ്രാൻസ് വിമാനത്തിലാണ് റൂഹല്ല ഖൊമേനി തിരികെ ടെഹ്റാനിലെത്തിയത്. വൻ സ്വീകരണമായിരുന്നു റൂഹല്ല ഖൊമേനിക്ക് ലഭിച്ചത്. അതിൽ കമ്മ്യൂണിസ്റ്റ് നേതാക്കളും ഉണ്ടായിരുന്നു. ഇറാനിൽ പുതിയ സൂര്യോദയം എന്ന് മാധ്യമങ്ങൾ വാഴ്ത്തിപ്പാടി. പക്ഷെ ഉണ്ടായത് അന്ധകാരം മാത്രമായിരുന്നു. ആ അന്ധകാരം ഇന്നും അവസാനിച്ചിട്ടില്ല. കമ്മ്യൂണിസ്റ്റുകാരും ലിബറൽ ചിന്താഗതിക്കാരും കരുതിയത് ഷായെ പുറത്താക്കാൻ റൂഹല്ല ഖൊമേനി ഒരു നിമിത്തമാകുമെന്നും അതിനുശേഷം തങ്ങൾക്ക് അധികാരം പങ്കിടാമെന്നുമാണ്. പാവപ്പെട്ടവർക്ക് സൗജന്യ വൈദ്യുതിയും വെള്ളവും ഖൊമേനി വാഗ്ദാനം ചെയ്തു. എന്നാൽ അധികാരം ഉറപ്പിച്ച നിമിഷം ഖൊമേനി തന്റെ പൈശാചിക മുഖം പുറത്തെടുത്തു. വിപ്ലവം ജയിച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ ഖൊമേനിയുടെ വിപ്ലവ ഗാർഡുകൾ, അതായത് IRGC തെരുവുകൾ കൈയടക്കി. ആദ്യം അവർ വേട്ടയാടിയത് വിപ്ലവത്തിന് കൂടെ നിന്ന് സഹായിച്ച കമ്മ്യൂണിസ്റ്റുകാരെയും ലിബറലുകളെയുമായിരുന്നു. മതനിന്ദ ആരോപിച്ച് 10,000-കണക്കിന് കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരെ ജയിലിലടച്ചു. വിപ്ലവത്തിന് തോളോട് തോൾ ചേർന്ന് പോരാടിയ സഖാക്കളെ റൂഹല്ല ഖൊമേനിയുടെ വിപ്ലവ കോടതികൾ വിചാരണ പോലുമില്ലാതെ വെടിവെച്ചു കൊന്നു. വിപ്ലവത്തിന്റെ ചാലക ശക്തിയായിരുന്ന ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ റൂഹല്ല ഖൊമേനി പൂർണ്ണമായും തുടച്ചു നീക്കി. സ്ത്രീകൾക്ക് നേരെ നടന്നത് വിവരണാതീതമായ ക്രൂരതകളായിരുന്നു. 9 വയസ്സായ പെൺകുട്ടികളെ വിവാഹം കഴിക്കാനുള്ള അനുമതി നൽകിക്കൊണ്ട് വിവാഹപ്രായം കുറച്ചു. ജോലി സ്ഥലങ്ങളിൽ നിന്നും പൊതു ഇടങ്ങളിൽ നിന്നും സ്ത്രീകൾ ആട്ടി ഓടിക്കപ്പെട്ടു. വിപ്ലവം കഴിഞ്ഞ് 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ സ്ത്രീകൾക്ക് മേൽ ഹിജാബ് അടിച്ചേൽപ്പിച്ചു. ഇതിനെതിരെ തെരുവിലിറങ്ങിയ പെൺകുട്ടികളെ സൈന്യം മൃഗീയമായി വേട്ടയാടി. വിപ്ലവ വിരുദ്ധർ എന്ന് മുദ്ര കുത്തപ്പെട്ട പെൺകുട്ടികളെ വധശിക്ഷയ്ക്ക് വിധിക്കുകയും അവരെ തൂക്കിലേറ്റുന്നതിന് മുൻപ് ജയിൽ അധികൃതർ നിർബന്ധപൂർവ്വം ബലാത്സംഗം ചെയ്യണമെന്ന പൈശാചികമായ ഫത്വ റൂഹല്ല ഖൊമേനി പുറപ്പെടുവിച്ചു. കന്യകകളായി മരിച്ചാൽ അവർ സ്വർഗത്തിൽ പോകുമെന്നും ഭരണകൂടത്തിന്റെ ശത്രുക്കൾ സ്വർഗത്തിൽ പോകാൻ പാടില്ലെന്നുമുള്ള വിചിത്രമായ യുക്തിയായിരുന്നു ഇതിന് പിന്നിൽ. വധശിക്ഷ നടപ്പിലാക്കിയ ശേഷം ആ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് അധികൃതർ ഒരു കത്തയക്കും. നിങ്ങളുടെ മകളെ ഞങ്ങൾ വിവാഹം കഴിച്ചു എന്ന പരിഹാസം നിറഞ്ഞ സന്ദേശം. കൂടെ മഹർ എന്ന പേരിൽ കുറച്ച് പണവും. സ്വന്തം മകളെ ഭരണകൂടം ബലാത്സംഗം ചെയ്തു കൊന്നു എന്നറിഞ്ഞിട്ടും ഒന്ന് പ്രതികരിക്കാൻ പോലും കഴിയാത്ത മാതാപിതാക്കളുടെ വേദന വാക്കുകൾക്കപ്പുറമായിരുന്നു. ഇറാനിലെ ജയിലുകളിൽ കൊടിയ ക്രൂരതകളാണ് പിന്നീട് അങ്ങോട്ട് നടന്നത്. തടവിലാക്കപ്പെട്ട സ്ത്രീകളെയും പുരുഷന്മാരെയും കുട്ടികളെയും സുരക്ഷാ സേന ബലാത്സംഗം ചെയ്തതായി ആംനസ്റ്റി ഇന്റർനാഷണൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ലാത്തികൾ, കുപ്പികൾ, ഹോസ് പൈപ്പുകൾ എന്നിവ യോനിയിൽ കുത്തിക്കയറ്റിയാണ് പീഡിപ്പിച്ചിരുന്നത്. വനിതാ തടവുകാരുടെ മനോവീര്യം തകർക്കാനും കുറ്റസമ്മതം നടത്തിപ്പിക്കാനും റേപ്പ് ആയുധമായി ഭരണകൂടം ഉപയോഗിക്കുന്നു എന്ന് UN ഫാക്ട് ഫൈൻഡിംഗ് മിഷൻ കണ്ടെത്തിയിട്ടുണ്ട്. ഇലക്ട്രിക് ഷോക്ക് നൽകുക, നഖങ്ങൾക്കിടയിൽ സൂചി കയറ്റുക, ചാട്ടവാറടി, കഠിനമായ മർദ്ദനം എന്നിവ സാധാരണമായി അവിടെ സംഭവിച്ചു. തടവുകാരെ തല കീഴായി കെട്ടിത്തൂക്കുന്ന രീതിയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. വൈറ്റ് ടോർച്ചറും ഇവിടെ വ്യാപകമാണ്. തടവുകാരെ പൂർണ്ണമായും വെളുത്ത നിറമുള്ള ജനാലകളില്ലാത്ത ഇടുങ്ങിയ മുറികളിൽ മാസങ്ങളോളം ഏകാന്ത തടവിൽ പാർപ്പിക്കുന്ന രീതിയാണിത്. ഇത് തടവുകാരെ മാനസികമായി ഭ്രാന്തിന്റെ വക്കിലെത്തിക്കാൻ കാരണമാകുന്നു. ക്രൂരമായ പീഡനങ്ങളിലൂടെ നിർബന്ധപൂർവം എഴുതി വാങ്ങുന്ന കുറ്റസമ്മത മൊഴികളുടെ അടിസ്ഥാനത്തിൽ 100 കണക്കിന് ആളുകളെയാണ് ഇറാൻ ഭരണകൂടം തൂക്കിലേറ്റിയത്.